ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറുത്ത കടല അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലും ഇത് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു വടയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും വേണം ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് 8 മണിക്കൂറില്ല, കുതിർത്തി വെക്കാൻ സമയം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. അതിനുശേഷം ഈ കടലയും അതിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയും അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ ഇവിടെ കടല വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. കടല വട ആയതുകൊണ്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറേശ്ശെ കടല ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ആ വടയുടെ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കടലെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ രീതിയിൽ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കടലയും കൂടി ഇതേപോലെ കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കടലയെല്ലാം നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർക്കുകയാണ്. നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് സവാള ചേർക്കുന്നത്. അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും തരിതരിപ്പായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. അപ്പോൾ മസാല നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കടലയുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്, പെരുംജീരകമാണ്. ഇത് 2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ചതച്ചിട്ടും ചേർക്കാം, അല്ലാതെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചതയ്ക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകവും കായവും നമ്മൾ ചേർക്കുന്നത് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആകാനും അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാവ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ സമയത്ത് മാവിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ടൈറ്റായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വട കുറച്ചുകൂടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ബോളുകളാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പരിപ്പ് വടയ്ക്ക് പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് പരിപ്പ് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ വറുത്ത് പോരാമെന്നാണ് നമ്മുടെ പക്കോട സ്റ്റൈലിൽ. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മാവ് ഫുള്ളായിട്ടും പരിപ്പ് വടയുടെ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം വേണം നമ്മൾ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം തീ കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ
നമ്മളുടെ വടയുടെ ഔട്ടർ ലെയർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ഉള്ളിൽ വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് വേണം ഇത് പതിയെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ വടയും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ വടയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഇത് മയണൈസിൻ്റെ കൂടെയും കെച്ചപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ വൈറ്റ് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈവനിങ് ടൈമിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ സക്സസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.